BCET കോളേജിലെ ഏറ്റവും വലിയ ആഘോഷമാണ് എല്ലാ വർഷവും നടക്കുന്ന ആരോഹൺ ഫെസ്റ്റിവൽ. ഇത്തവണ ഈ ഫെസ്റ്റിവൽ അടിപൊളിയാക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്നത് ഫൈനൽ ഇയർ വിദ്യാർത്ഥികളായ ജോഹനും മെറിനുമാണ്. ഇവർ രണ്ടാളും ലവേഴ്സ് കൂടിയാണ്. പരിപാടി നന്നായി പോകുകയായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ പരിപാടിയിലേക്ക് കയറ്റിവിടില്ല. ഇവനാണെങ്കിൽ അവരും പരിപാടി കാണട്ടെ എന്ന് പറഞ്ഞ് ഗേറ്റ് തുറന്നു വിടുന്നു. പക്ഷേ വിചാരിച്ചതിലും ആൾക്കൂട്ടമുണ്ടായിരുന്നു. ഇവനോട് സംസാരിക്കാൻ വന്ന മെറിനാണെങ്കിൽ ആൾക്കൂട്ടത്തിനിടയിൽ വീണു പോകുന്നു. ഇവളെ കൂടാതെ രണ്ടുപേരും കൂടെ വീണു പോകുന്നു. മാത്രമല്ല ഇവർ മൂന്നാളും മരിച്ചു വീഴുന്നു. ഇതുകൊണ്ട് ഇനി കോളേജിൽ ഒരു ഫെസ്റ്റിവലും നടക്കരുത് എന്ന് പറയുന്നു. ജോഹന്റെ അനുജനാണ് സാംകുട്ടി. ഏട്ടൻ പഠിച്ച കോളേജിൽ തന്നെ പഠിക്കണമെന്ന് പറഞ്ഞ് അഡ്മിഷൻ എടുക്കുന്നു. എന്തിനാണ് സിവിൽ എഞ്ചിനീയർ തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മേസ്തിരി വീട് കെട്ടുന്നത് കണ്ടതാ. ഫസ്റ്റ് മണ്ണെടുത്ത് പിന്നെ സിമെന്റ് ഇട്ട് പിന്നെ അതിൽ വെള്ളം ഒഴിച്ച് കുഴച്ചാൽ നല്ല ജെല്ലിമിഠായി പോലെ കുഴകുഴാന്നാകും. അതങ്ങനെ എടുത്ത് നക്കിയാൽ അത്രയും ടേസ്റ്റാ. അന്ന് ഞാൻ മനസ്സിലാക്കി എൻ്റെ ഉള്ളിൽ ഒരു സിവിൽ എഞ്ചിനീയർ ഉണ്ടെന്ന്. ഇത് കേട്ട സാറ് നേരെ പ്രിൻസിപ്പൽ മാമിൻ്റെ അടുത്ത് ചെന്ന് ഇതുപോലെ ഒന്നിനെ ഇവിടെ വേണോ എന്ന് ചോദിക്കുന്നു. ഇതെല്ലാം സ്വാതി കാണുന്നുണ്ടായിരുന്നു. ഇവനെ നോക്കി ചിരിക്കുകയായിരുന്നു. എന്തായാലും റെക്കമെൻഡേഷൻ വഴി സാംകുട്ടി കോളേജിൽ ചേർന്നു. ഫ്രഷേഴ്സ് ഡേക്ക് സ്വാതിയെ കണ്ടതും അവൻക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഫ്രണ്ടിനോട് അവളുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിയുകയും ചെയ്തു. അവൾ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് അറിഞ്ഞതും അവരുടെ ക്ലാസ് വരാന്തയിലാണ് എപ്പോഴും. അവളാണ് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഇങ്ങനെ പോയാൽ ശരിയാകില്ലെന്ന് പറഞ്ഞ് സാംകുട്ടി ഭയങ്കര പെർഫോമൻസ് ആണ്. അതുകൊണ്ട് അവൾക്ക് ചിരി അടക്കാനും വയ്യ. ഇത് നോക്കി നിന്ന് അവളുടെ കൂട്ടുകാരിയെ വരെ അവൻ ചീത്ത വിളിക്കുന്നു. ആരോഹൺ ഫെസ്റ്റിവൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് സീനിയർ സാറിനോട് പെർമിഷൻ ചോദിക്കുന്നു. സാറാണെങ്കിൽ ഇനി ഇതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞ് ആട്ടിവിടുന്നു. ഇത് കേട്ട സ്വാതി ഈ ഫെസ്റ്റിവൽ നടത്താനുള്ള ക്യാപ്പബിലിറ്റി ഇവിടെ ആർക്കും ഇല്ലെന്ന് പറയുന്നു. ആൺകുട്ടിയാണെങ്കിൽ ഈ ഫെസ്റ്റിവൽ നമ്മൾ നടത്തിയാൽ എൻ്റെ ക്യാപ്പബിലിറ്റി അവൾക്ക് മനസ്സിലാകുമെന്ന് പറയുന്നു.